ഇപ്പം നമ്മൾ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ആ ഒരു കാലാവസ്ഥയും മഴയും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് കേട്ടോ. എങ്ങനെ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ എത്തിയെന്നുള്ള കഥയാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ആ കഥയിലേക്ക് പോയാലോ. മഴ അതൊരു പ്രകൃതിയുടെ മാത്രം സംഗീതമല്ല, അത് വലിയൊരു യാത്രയ്ക്കുള്ള ക്ഷണപത്രം കൂടിയാണ്. അങ്ങനെ ഒരു മഴയുള്ള പ്രഭാതത്തിൽ എൻ്റെ ഗോവൻ യാത്രയുടെ ഓർമ്മകളിലേക്ക് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മണ്ണാർക്കാടിന്റെ കുളിരുള്ള മണ്ണിൽ നിന്ന് തുടങ്ങിയ ആ യാത്ര കൂട്ടുകാരായ ഞങ്ങൾ എത്തിച്ചത് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ലക്ഷ്യം ജബൽപൂർ എക്സ്പ്രസ്. എന്നാൽ ട്രെയിനിന്റെ സമയമോ വൈകിട്ട് 4 മണിക്കും. കാത്തിരിപ്പിന്റെ ആ മണിക്കൂറുകളിൽ പാലക്കാട് സ്റ്റേഷനിൽ മഴ തകർത്ത് പെയ്യുകയായിരുന്നു. പ്ലാറ്റ്ഫോമുകളിലെ മേൽക്കൂരകളിൽ മഴത്തുള്ളികൾ ശക്തിയായി പതിക്കുമ്പോൾ വലിയൊരു ഹുങ്കാര ശബ്ദം അവിടെമെങ്ങും കേൾക്കുന്നുണ്ടായിരുന്നു. കയ്യിൽ വലിയ ബാഗുകളുമായി, മനസ്സിൽ നൂറുകൂട്ടം പ്രതീക്ഷകളുമായി ഞങ്ങൾ ആ പ്ലാറ്റ്ഫോമിൽ അങ്ങനെ നടന്നു. ട്രെയിൻ ഒന്നിലധികം മണിക്കൂർ വൈകിയാണ് എത്തുന്നതെന്ന് അനൗൺസ്മെന്റ് വന്നപ്പോൾ മനസ്സിൽ ചെറിയൊരു ആശങ്ക തോന്നിയിരുന്നെങ്കിലും ആ മഴ ഞങ്ങളുടെ ആവേശത്തെ ഒട്ടും ചോർത്തിക്കളഞ്ഞതേയില്ല. കാത്തിരിപ്പിന്റെ ആ നിമിഷങ്ങൾ പോലും ഇപ്പോൾ ഓർക്കുമ്പോൾ ഒരു പ്രത്യേക നൊമ്പരവും ഭംഗിയുള്ള ഓർമ്മയുമൊക്കെയാണ്. ഒടുവിൽ ആ കാത്തിരിപ്പിന് വിരാമമിട്ട് പതിയെ വൈകിയെത്തിയ ജബൽപൂർ എക്സ്പ്രസ് ഞങ്ങളുടെ മുന്നിലേക്ക് വന്നു നിന്നു. ആ നീണ്ട യാത്രയുടെ വാതിലുകൾ ഞങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുകയായിരുന്നു. ഞങ്ങൾ ആ സ്ലീപ്പർ കോച്ചിലേക്ക് കയറിപ്പറ്റി. ട്രെയിൻ പതുക്കെ പ്ലാറ്റ്ഫോം വിട്ട് നീങ്ങി തുടങ്ങുകയാണ്. കാഴ്ചകളുടെ വലിയൊരു ലോകം ഞങ്ങളെയും കാത്ത് മുന്നിലുമുണ്ട്. ഇരുവശത്തും വിശാലമായ പാടശേഖരങ്ങളും പച്ചപ്പു നിറഞ്ഞ ഗ്രാമഭംഗിയുമുള്ള പാലക്കാടൻ ഗ്രാമാന്തരീക്ഷത്തിലൂടെ ഷൊർണൂർ ലക്ഷ്യമാക്കി ഞങ്ങളുടെ ട്രെയിൻ അതിവേഗം പാഞ്ഞു പോവുകയാണ്. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ മഴ തോർന്ന ആകാശത്തിന് കീഴിൽ പ്രകൃതി കൂടുതൽ സുന്ദരിയായതുപോലെ തോന്നി. ഒറ്റപ്പാലം കടന്ന് ഷൊർണൂറിലേക്ക് വണ്ടി എത്തുമ്പോഴേക്കും സായാഹ്നം ഇരുണ്ടു തുടങ്ങിയിരുന്നു. പുറത്തെ കാഴ്ചകൾ പതിയെ പതിയെ മാഞ്ഞുപോയി. പകരം ട്രെയിനിനകത്തെ കാഴ്ചകളും അനുഭവങ്ങളും സജീവമാകാൻ തുടങ്ങി. നീണ്ട ട്രെയിൻ യാത്രകളിൽ നമ്മൾ അറിയാതെ നമ്മോട് ചേർന്ന് പോകുന്ന ചില മുഖങ്ങളും അനുഭവങ്ങളുമുണ്ട്. ഈ യാത്രയും അതിന് അപവാദമായിരുന്നില്ല. ട്രെയിനിനകത്ത് ഞങ്ങളുടെ കോച്ചിൽ അപ്പോൾ വർത്തമാനങ്ങളും ചിരികളുമായി നല്ലൊരു അന്തരീക്ഷമായിരുന്നു. ഞങ്ങളുടെ കൂടെയുള്ളവരിൽ ചിലർ കേരളത്തിലെ വിവിധ സ്റ്റേഷനുകൾ ഇറങ്ങേണ്ടവരുണ്ട്, അതിനും അപ്പുറം പോകുന്നവരുമുണ്ട്. ഓരോരുത്തരും തങ്ങളുടെ യാത്രാവിശേഷങ്ങളും ജീവിതത്തിലെ ചെറിയ തമാശകളും പങ്കുവെച്ച് സമയം അങ്ങനെ മുന്നോട്ട് പോയി. നമ്മൾ മലയാളികൾ എവിടെ യാത്ര ചെയ്താലും അവിടെ ഒരു ചെറിയ കേരളം സൃഷ്ടിക്കാറില്ലേ? അപരിചിതരായ മനുഷ്യർ പെട്ടെന്ന് സുഹൃത്തുക്കളായി മാറുന്ന ആ മാജിക്കാണ് ട്രെയിൻ യാത്രകളുടെ ഏറ്റവും വലിയ സൗന്ദര്യം. അത്തരത്തിലുള്ള ചില കൊച്ചു സൗഹൃദങ്ങളും വർത്തമാനങ്ങളും ഞങ്ങളുടെ ആ രാത്രിയെ കൂടുതൽ ഊഷ്മളമാക്കി മാറ്റി. പുറത്ത് ഇരുട്ട് കനക്കുമ്പോൾ ട്രെയിനിന്റെ ഉള്ളിൽ ജീവിതത്തിന്റെ വേറിട്ട ചില ഏടുകൾ തുറക്കപ്പെടുകയായിരുന്നു. മണിയാകുന്നതോടെ വണ്ടിയിലുള്ള ഭൂരിഭാഗം പേരും ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു. ഞങ്ങളും ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. എന്നാൽ ആ ശാന്തത അധിക നേരം നീണ്ടു നിന്നില്ല.
രാത്രി 10 മണി ഏകദേശം ആയതോടുകൂടി ഞങ്ങളുടെ സ്ലീപ്പർ കോച്ചിൽ ചെറിയൊരു സംഘർഷം തന്നെ രൂപപ്പെടുകയായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, കേരള ബോർഡർ കഴിഞ്ഞപ്പോൾ ട്രെയിനിനുള്ളിലേക്ക് ടിക്കറ്റ് പോലുമില്ലാതെ അതിക്രമിച്ച് കയറിയ കർണാടക ഭാഗത്തുള്ള കുറച്ചു പേര്. ഒരു വലിയ നാടോടി കുടുംബത്തിൽ ഏകദേശം 10ഓളം ആളുകളാണ് യാതൊരു അനുവാദവും ഇല്ലാതെ ഞങ്ങളുടെ സ്ലീപ്പർ കോച്ചിൽ കയറി പറ്റിയത്. അവരുടെ രൂപവും ഭാവം കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അത്ര കണ്ട് സുരക്ഷിതമായിരുന്നില്ല ആ ഒരു സാഹചര്യം. കയ്യിൽ കിട്ടുന്ന ബാഗുകളോ ചെരുപ്പുകളോ ഒക്കെ എടുത്തു കൊണ്ടുപോകാൻ തക്കവണ്ണം അവരിൽ ചിലരുടെ പെരുമാറ്റം സംശയമുണ്ടാക്കുന്നതുമായിരുന്നു. അതിനിടയിൽ ഞങ്ങളുടെ തൊട്ടടുത്ത ബർത്തിൽ കിടന്നു ഉറങ്ങുകയായിരുന്ന ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് ഇവരിൽപ്പെട്ട ഒരു പെൺകുട്ടി കയറിയിരിക്കാൻ ശ്രമിച്ചതും ഞാൻ ശ്രദ്ധിച്ചു. അതോടെ കോച്ചിൽ ആകപ്പാടെ ബഹളമായി. ഞങ്ങൾ ഉടൻ തന്നെ ഇടപെടുകയും TTRനെ വിവരം അറിയിക്കുകയും ചെയ്തു. പക്ഷെ TTR വന്ന് ഞാൻ നിസ്സഹായനാണ്, വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയല്ലേ, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെയാണ് അവിടെ നിന്ന് പറഞ്ഞത്. പക്ഷെ ഞാൻ അത്ഭുതപ്പെട്ടു. അദ്ദേഹം നമ്മുടെ കൂടെ നിൽക്കുന്നതിന് പകരം അവര് സ്ത്രീകളാണ്, അവരെ അങ്ങനെ ഇറക്കി വിടാൻ കഴിയില്ല എന്നൊക്കെ പറയുകയായിരുന്നു. മലയാളിയായ TTR തന്നെ ഇത്തരത്തിലൊരു സ്റ്റാൻഡാണ് എടുത്തതെന്നുള്ള ആ ഒരു ചിന്ത ഞങ്ങൾ 2-3 പേരിൽ ഒരു ആശങ്ക തന്നെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അപ്പോഴും വാഹനം നമ്മുടെ ട്രെയിൻ ഓടുന്നത് കേരളത്തിലൂടെയാണ്. എന്നിട്ടും നമ്മുടെ മലയാളിയായ TTR ഇത്തരത്തിൽ എന്തുകൊണ്ട് സംസാരിക്കുന്നു എന്നുള്ളതാണ്. ഒരു പ്രശ്നമുണ്ടായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തെഫ്റ്റ് സംഭവിച്ചതിന് ശേഷം പിന്നെ പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്തായാലും ആ ഭയത്തിന് ചെറിയൊരു വിരാമമിട്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര മുന്നോട്ട് തുടർന്നു. ആ ചെറിയ അനിഷ്ട സംഭവങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ ചെവിയിൽ ഇയർഫോൺ തിരുകി പ്രിയപ്പെട്ട പാട്ടുകൾ കേൾക്കാൻ തുടങ്ങി. ട്രെയിനിന്റെ കുത്തിക്കുലുങ്ങിയുള്ള ആ വേഗതയാർന്ന യാത്രയുടെ രസം മുഴുവൻ ഞാൻ നുകർന്നുകൊണ്ടിരുന്നു. എപ്പോഴോ ആ പാട്ടുകളുടെ താളത്തിൽ ഞാനും അറിയാതെ മയങ്ങിപ്പോയി. പിന്നെ കണ്ണു തുറക്കുമ്പോൾ സമയം പുലർച്ചെ 4 മണി ആയിട്ടേ ഉള്ളൂ. പുലർന്നു വരുന്നതേ ഉള്ളൂ. ഞാൻ ഉറക്കച്ചടവോടെ ധൃതിയിൽ എൻ്റെ എക്സിഗോ ആപ്പ് നോക്കി. എന്താണ് ട്രെയിനിന്റെ ആ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് എവിടെ എത്തി എന്നൊക്കെ അറിയാനുള്ള ഒരു കൗതുകമായിരുന്നു യഥാർത്ഥത്തിൽ. അത്ഭുതം എന്ന് പറയട്ടെ, അതുവരെ വൈകി ഓടിയ ഞങ്ങളുടെ ട്രെയിൻ ഇപ്പോൾ നിശ്ചയിച്ച സമയത്തേക്കാൾ അല്പം മുന്നിലാണ് ഓടുന്നത്. സാധാരണഗതിയിൽ ഇതൊക്കെ ട്രെയിൻ യാത്രയിൽ സ്വാഭാവികമാണെന്ന് നിങ്ങൾക്കറിയാം. പലപ്പോഴും ലേറ്റ് ആകും, ചിലപ്പോൾ 1 മണിക്കൂർ ആവാം, ചിലപ്പോൾ അത് 12 മണിക്കൂറും അതിനപ്പുറവും ഒരു ദിവസവും ഒക്കെ ലൈറ്റ് ആകുന്ന ട്രെയിനുകൾ നമ്മുടെ നാട്ടിൽ അത്ര വലിയ സംഭവമൊന്നുമല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ രാവിലെ 6:00-ക്കാണ് ഞങ്ങൾ മഡ്ഗാവ് സ്റ്റേഷനിൽ ഇറങ്ങേണ്ടിയിരുന്നത്. എന്നാൽ ട്രെയിനിന്റെ ആ വേഗത കണക്കാക്കിയാൽ നിശ്ചയിച്ച സമയത്തിന് വളരെ മുമ്പ് തന്നെ ഞങ്ങൾ ഗോവയിൽ എത്തും എന്ന് മനസ്സിലായി. എന്തായാലും പുറത്തെ ആ ഇരുളിന്റെ അല്ലെങ്കിൽ ആ ഒരു കറുത്ത അന്ധകാരം പതുക്കെ നീങ്ങി തുടങ്ങുകയായിരുന്നു. എന്തോ ചില ഗുഹകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴുള്ള ആ ഒരു വ്യത്യസ്തമായ അനുഭവം, അതേപോലെ ഡീസലിന്റെയോ മറ്റോ ഒരു വല്ലാത്ത പുക, അത് വളരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഗോവയുടെ ആ മനോഹരമായ പ്രകൃതിയും സ്റ്റേഷനുകളും ഒന്നൊന്നായി ഞങ്ങളെ വരവേൽക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിൽ കാലുകുത്താൻ പോകുന്ന ആ നിമിഷത്തെക്കുറിച്ചുള്ള ആവേശത്തിൽ ഞങ്ങളുടെ നെഞ്ചിടിപ്പും കൂടി. എന്തായാലും മണ്ണാർക്കാടിന്റെ മഴയിൽ നിന്ന് തുടങ്ങി പാലക്കാടൻ പാടങ്ങളും കർണാടകയുടെ അതിർത്തികളും കടന്ന് ഇപ്പോൾ ഇതാ ഗോവയുടെ മണ്ണിലേക്ക്. ജീവിതത്തിലെ നല്ലൊരു അവിസ്മരണീയമായ ആ യാത്രാനുഭവം എൻ്റെ മുന്നിൽ വീണ്ടും പുതിയൊരു അർത്ഥ തലങ്ങൾ സൃഷ്ടിക്കുകയാണ്. അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ പാലക്കാട് നിന്ന് ഇതേപോലെ മഡ്ഗാവിലേക്ക് ഗോവയുടെ ആദ്യ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടത്തുന്ന ഒരു യാത്രയാണ്. എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ് യഥാർത്ഥത്തിൽ ഗോവയിലെത്തുന്നത്.
ഉറക്കം പൂർണ്ണമായും വിട്ടുമാറാത്ത കണ്ണുകളുമായി ഞാൻ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. പുലർകാലത്തിന്റെ ആ ഒരു തണുത്ത കാറ്റ് മുഖത്തേക്ക് അടിച്ചു കയറി. അതാ ദൂരെ കൺമുമ്പിൽ ആ സ്റ്റേഷൻ തെളിയുന്നുണ്ട് കേട്ടോ, ഗോവയുടെ കവാടമായ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷൻ. എന്തായാലും ഹൃദയമിടിപ്പ് വ്യത്യാസം വരുന്നത് പോലെ എനിക്ക് തോന്നി. വണ്ടി പ്ലാറ്റ്ഫോമിലേക്ക് ഇങ്ങനെ പതുക്കെ വേഗത കുറച്ച് വരികയാണ്. ഒരു അനൗൺസ്മെന്റും അപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. എന്തായാലും ഉള്ളിൽ വല്ലാത്തൊരു ആവേശവും സന്തോഷവും ഒക്കെ ഇരമ്പിയെത്തി. മണ്ണാർക്കാടിന്റെ പെയ്തു തോരാത്ത മഴയിൽ തുടങ്ങി നൂറുകൂട്ടം പ്രതിസന്ധികളും കടന്ന ഒടുവിൽ ഞങ്ങൾ ആ മണ്ണിൽ വണ്ടി ഇറങ്ങുകയാണ്. വാതിലിലേക്ക് ബാഗുമായി എത്തുമ്പോൾ തണുത്ത കാറ്റ് ഞങ്ങളെ സ്വാഗതം ചെയ്തു. ഗോവ, ആ സ്വപ്നഭൂമിയിലേക്ക് ഞങ്ങളുടെ കാൽപ്പാടുകൾ പതിക്കാൻ ഇനി നിമിഷങ്ങളുടെ മാത്രം ദൂരം. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. വരുന്ന ദിവസങ്ങൾ, മാസങ്ങൾ ഒക്കെ കുറച്ച് ഈ പറയുന്ന പോലെ വഴിയെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുമുണ്ട്. നമുക്ക് അതെല്ലാം തൊട്ടടുത്ത എപ്പിസോഡുകളിലായിട്ട് പറയാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.